കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഒരു കാര്യം കൂടി, പിന്നീട് ഇവൾക്ക് എന്റെ മോനുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ആരുമില്ലാത്തൊരമ്മയ്ക്കും 2 പെമ്മക്കും കൂടി കുടുംബത്തിൽ സുഖമായി താമസിക്കും. എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കണ്ടെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. വരുമാനത്തിനുള്ള മാർഗം വല്ലതും നീ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. എന്തു പറയുന്നു? അമ്മ പട്ടിണി കിടന്ന് മരിക്കുന്നത് കണ്ടിട്ട് ഒരു ദാമ്പത്യം വേണോന്ന് ചേച്ചി പറയും തോന്നുന്നില്ല. എന്തായാലും ഞാൻ പറയില്ല. അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നീയാ. എന്നിട്ട് പഞ്ചപാവായിട്ടങ്ങ് നിൽക്കുന്നു. രമേശന്റെ അച്ഛനിങ്ങ് വരട്ടെ, ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നോ? നീ എങ്ങോട്ടാ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ഓഫീസിലേക്ക്. ഓഫീസിൽ പോകാൻ നീ നിന്റെ ഭാര്യയുടെ അനുവാദം ചോദിച്ചോ? ഭാര്യയോട് അല്ല, ഈ കണക്കിന് പോയാൽ അവളുടെ സമ്മതത്തോടു കൂടിയ ഓഫീസിലേക്ക് എന്നല്ല പുറത്തേക്കെങ്കിലും നിനക്ക് ഇറങ്ങാൻ പറ്റും. ഗീത അവിടെ അനിയത്തിയും ചേർന്ന് ഈ വീട് ഭരിക്കും. നീ ഞാനും ഒക്കെ അവര് പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരും. എന്താ അമ്മേ പ്രശ്നം? പ്രശ്നമാണ് നിന്റെ അമ്മായിയമ്മയുടെ തനിനിറം നീ ഇതുവരെ കണ്ടിട്ടില്ല. ഉപദ്രവം സഹിക്കാൻ മേലാതായപ്പോഴാണ് ഞാൻ അവരെ ചങ്ങലക്കിട്ടത്. എന്നിട്ടും ശൗര്യത്തിന് ഒരു കുറവുമില്ല. നീ വല്ലപ്പോഴും വന്ന് വാതിൽക്കൽ എത്തി നോക്കിയാലായി. എന്റെ കാര്യം അതല്ല, നമ്മുടെ വീടാ. എന്തൊക്കെ നാശം അവരൊപ്പിക്കുന്നൊന്നും അറിയണ്ടേ? എന്റെ തലവെട്ടം കണ്ട തളയ്ക്ക് വട്ടളം. അടുത്ത് ചെന്ന ദേഹോപദ്രവം ഉറപ്പാ. ഇന്നലെ അവരുടെ കയ്യിൽ കിട്ടിയ പൗഡർ ടിൻ എടുത്താ എറിഞ്ഞത്. ഭാഗ്യമുള്ളോണ്ട് എന്റെ നെറ്റി കൊണ്ടില്ല. അമ്മ എന്തിനാ ആ റൂമിൽ കയറുന്നത്? മുറി കയറിയ എനിക്കായി കുറ്റം, അല്ലാതെ എറിഞ്ഞ തള്ളയ്ക്കല്ല. അപ്പൊ പറഞ്ഞു വന്നതേ, നാളെ കട്ടില് ചവിട്ടി ഓടിച്ച് അവര് മുറിയിന്ന് പുറത്തിറങ്ങി എന്ത് അതിക്രമം കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് മുൻകൂട്ടി കണ്ടാണ് തള്ളയ്ക്ക് തീറ്റ കൊടുക്കുന്നത് കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നേലനങ്ങാതിരുന്ന് തിന്ന് ചോറ് എല്ലിന്റെ ഇടയിൽ കയറിയതിന്റെ അഹങ്കാരം അവർക്ക്. ശാപ്പാട് കുറച്ചാൽ സൂക്കേടും കുറയും. എന്നിട്ട് നിന്റെ അനിയത്തി ചെയ്ത് എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ ചെന്ന് നോക്കുമ്പോ ഒരു പ്ലേറ്റ് നിറയെ ദോശയും പാത്രത്തോടെ ചമ്മന്തിയായിട്ട് പോകുന്നു. പോരാത്തതിന് ഒരു പടല പഴം കൂടി എടുത്തു വെച്ചിരിക്കുന്നു. പിന്നെ തീറ്റിക്കാൻ ഞാൻ കാണുക ഇത്രയും. അപ്പൊ ഞാൻ കാണാതെ എന്തെല്ലാം കൊടുക്കുന്നുണ്ടാവും? പിന്നെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ വാക്ക് ധിക്കരിച്ച് അവൾ ആ ദോശയും കൊണ്ടുപോയി. നിങ്ങൾ എത്ര മൂപ്പിച്ചാലും ഞാനിതെന്റെ അമ്മയ്ക്ക് കൊടുക്കും പോലും. സപ്പോർട്ട് ചെയ്യാൻ നിന്റെ ഭാര്യയും. ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല രമേശ. ഒരു നേരം പള്ള നിറയാനുള്ളത് പോലും ഇനി ഞാൻ അവർക്ക് കൊടുക്കില്ല. അമ്മ എന്താ അബദ്ധമായി പറയുന്നത്?
ആരോടെങ്കിലും ഉള്ള വാശി അവരോടാണോ തീർക്കുന്നത്? ഗീതയുടെ അമ്മ പട്ടിണി കിടന്ന് മരിച്ച അത് കേസായിട്ട് മാറും. നമ്മളെല്ലാം അകത്താവും. അച്ഛൻ വിചാരിച്ച പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോ എന്നെ ധിക്കരിച്ച് അവരിവിടെ വിലസട്ടെന്നാണോ നീ പറയുന്നത്? അതിന് സൗദാമിനെ കിട്ടില്ല. മാനസിക രോഗിയായ സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയാവണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നും ചാവുന്ന കൂട്ടത്തിലല്ല അവര്. എന്താന്ന് വെച്ചാ ചെയ്യേ. എനിക്കിതും ഡിസ്കസ് ചെയ്ത് ഇവിടെ നിന്നാ പോരാ. ഓഫീസിൽ പോകാൻ സമയേ. ഞാൻ ഇറങ്ങുന്നു. നിക്ക്, മനസ്സിലായടാ? നീ ഭാര്യയുടെ തലേണ മന്ത്രത്തിൽ മയങ്ങിപ്പോയി, അതോ അനിയത്തി ശൃംഗാരിയോടുള്ള സഹതാപോ? രണ്ടായാലും ഇതൊന്നും നല്ലതല്ല രമേശ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ ഞാൻ പോവാ. രമേശ, നിക്കാൻ. അത്രയ്ക്കായോ നീ? കാണിച്ചു തരാടാ ഞാൻ. എന്താ ഫോൺ എടുത്താല്? ഹലോ. എവിടെയാ ഇത്? എന്താ സൗദാമിനി? പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വന്നേ. എന്തു പറ്റി? അതറിഞ്ഞിട്ടേ വരുവോ? നിങ്ങളൊന്ന് എളുപ്പം വന്നേ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതൊക്കെ ഇനി വന്നിട്ട്. ഞാനൊരു കേസിന്റെ അന്വേഷണത്തിന് പോവാന്നേ. അത് കഴിഞ്ഞിട്ട് അങ്ങ് എത്തിയേക്കാം. അന്വേഷണമൊക്കെ പിന്നെ, ഇതൊരു അത്യാവശ്യമുള്ള കാര്യമാ. അതിലും അത്യാവശ്യമുള്ള കാര്യത്തിനാ പോകുന്നേ. ശരി, ഫോൺ വെക്ക്. നിക്ക് നിക്ക് നിക്ക്. ഇറങ്ങിയാൽ വന്നാട്ടെ. നമസ്കാരം. സാറല്ലേ? പുറത്തു പോയിരിക്കുക. കയറി വരൂ. മനസ്സിലായില്ലെന്നറിയാം. ഇത് ദാക്ഷായണി അമ്മ എന്ന് വെച്ചാൽ ഗിരിയുടെ അമ്മ, അതായത് നമ്മുടെ ഗംഗയുടെ. രാവിലെ മുല്ലമുറ്റത്ത് വന്നതാണ്. വീട് അടച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ കയറി. അപ്പം ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തിന്? എവരെ എന്തിന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു? ഗംഗയെ കാണാൻ വേണ്ടിയാണ് ദാക്ഷായണിയമ്മ വന്നത്. വെറുതെ കാണാനല്ല, മോളോടുകൂടി സംസാരിച്ചിട്ട് കൂടെ കൊണ്ടുപോകാൻ പോവുകയാണ്. കൂടെ കൊണ്ടുപോകാനോ? തീരുമാനിച്ചു കഴിഞ്ഞോ? ആരോടാലോചിച്ചിട്ടാ? ഭാര്യ സാറിനോട് ഞാനെല്ലാം പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ സാറങ്ങ് സമ്മതിച്ചു. ഒരുമിച്ചങ്ങ് തീരുമാനത്തിലും എത്തി. ഏത് കാര്യത്തിനും ഒരു യുക്തിയും ബുദ്ധിയൊക്കെ വേണ്ടേ സാറേ? വന്നിരിക്കുന്നത് ഗിരിയുടെ അമ്മയല്ലേ, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. മുമ്പ് നടന്ന ചില കാര്യങ്ങൾ കൂടി വിചാരിക്കണമായിരുന്നു. ഗംഗയെ അടിച്ചിറക്കി വിട്ട പാർട്ടിയല്ലേ നിങ്ങള്? അന്നറിയില്ലായിരുന്നോ അവൾ നിങ്ങളുടെ മോൻ സ്നേഹിച്ച പെണ്ണായിരുന്നു എന്ന്? തല്ലുകൊടുത്ത് പെരുവഴിയിലേക്ക് തള്ളിവിട്ടിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു ക്ഷണിച്ചോണ്ട് പോവാൻ. ഇന്നലെ രാത്രിയിലാണോ ബോധോദയം ഉണ്ടായത്, അതോ ഇന്ന് പുലർച്ചയ്ക്കാണോ? അല്ലേ ചേച്ചി, ഞാൻ. ചേച്ചിയോ? ഏത് വകയില്? എന്ത് കാര്യത്തിനാ ഗംഗയെ വിളിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അതെ, ഒരു മിനിറ്റ്, ഒന്നിങ്ങോട്ട് വന്നു. ഭാര്യ സാറേ, ദേ എനിക്ക്. ഞാനൊന്ന് പറയട്ടെ, ഒന്നകത്തേക്ക് വന്നാട്ടെ. വരണം. അതെ, ഓർക്കാപ്പുറത്തുണ്ടായ ഒരു സംഭവമാണിത്. ഗിരിയുടെ അമ്മ ഇങ്ങനെ വരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. അവരുടെ മുഖത്ത് നോക്കുമ്പോ തന്നെ എനിക്ക് കാലി കയറുക.
ഇന്ദ്രനെയും ബ്രഹ്മനെയും വകവയ്ക്കാത്ത സ്ത്രീയാണെന്ന് അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഈ പറയണ ആളോറെ മെച്ചമാണ്. അതെന്തോ ആയിക്കോട്ടെ, നമ്മളാരും വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല അവർ വന്നിരിക്കുന്നത്. ദാക്ഷായണി അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിയിട്ട് മരുമകളായി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളായിട്ട് അതിനെതിരെ നിൽക്കണോ? ഗിരിയ മനസ്സാ ഭരിച്ചവളാണ് ഗംഗ. അതിൻ്റെ പേരിലാണല്ലോ ഈ പൊല്ലാപ്പുകളൊക്കെ ഉണ്ടായത്. ഇന്നല്ലെങ്കിൽ നാളെ ഗിരി വന്ന് വിളിക്കുമ്പോൾ പോകാനിരിക്കുകയാണ് ഗംഗ. ഇപ്പോൾ അയാൾക്ക് പകരം അയാളുടെ അമ്മ വന്ന് വിളിച്ചു. നമ്മൾ എന്തിനാ ഗംഗ അയക്കാതിരിക്കുന്നത്? പിന്നീട് ഒരിക്കൽ ഗിരി തറിയുമ്പോൾ ഒരു പിണക്കത്തിനുള്ള കാരണം ഉണ്ടാക്കണം. അത് അവരുടെ കാര്യം. എന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു പെണ്ണിനെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ വെറുതെ എങ്ങനെ ഇറക്കി വിടുന്ന എങ്ങനെയാ? അതും അവര് വന്നത് ഒറ്റയ്ക്ക്, മറ്റ് ബന്ധുക്കളോ നാട്ടുകാരോ ഒന്നുമില്ല. 2-3 പെൺകുട്ടികൾ മാത്രമുള്ള വീടാണെന്ന് അറിഞ്ഞത്. അത് നമ്മൾ എന്തിനു നോക്കണം? വന്നിരിക്കുന്നത് അയാളുടെ അമ്മ തന്നെയല്ലേ. ഗംഗയെ സംബന്ധിച്ച് ഇതൊരവസരമാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി കാത്തിരുന്നൊരവസരം. നമ്മളതിന് തടസ്സമായാൽ കുഴപ്പത്തിലാകാൻ പോകുന്നത് ഗംഗയുടെ ഭാവിയാണ്. തന്നെയുമല്ല, അതോടെ അവൾ ഈ വീട്ടിലുള്ളവർക്കൊരു ബാധ്യതയുമാവും. മരുമോളുടെ അനിയത്തിയാണെങ്കിലും എത്ര നാളാ അതിനെ ഇങ്ങനെ സംരക്ഷിക്കുക? ഇയാള് പറയുന്നതിൽ കാര്യമുണ്ട്. എന്നെ ധിക്കരിക്കാൻ മടിയില്ലാത്തവളാണ് ഗംഗ. അവൾ ഇവിടെ താമസം തുടർന്ന ഗീതയുടെ മനസ്സ് മാറും. 2 പേരും ചേർന്ന് എനിക്കെതിരാവും. നാളെ ഗീത വരെ എന്നോട് പോരടിക്കും. അതുകൊണ്ട് ഗംഗ പോകുന്നതാണ് നല്ലത്. അല്ല സൗദാമിനിയൊന്നും പറഞ്ഞില്ല. അല്ല, അത് പിന്നെ അല്ല, രമേശന്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കാതെ എങ്ങനെയാ ഞാനൊരു അഭിപ്രായം പറയുന്നേ? അല്ല, പെട്ടെന്ന് എനിക്കായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു വിഷയം അല്ലല്ലോ ഇത്. അക്കാര്യത്തിൽ വിഷമം വേണ്ട. ഗംഗയെ ദാക്ഷായണി അമ്മയുടെ കൂടെ അയക്കുന്നതിന് ബാഗുലേ സാറിന് ഒരു അഭിപ്രായ വ്യത്യാസവും കാണില്ല. പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണല്ലോ സാർ. അല്ല, എന്നാലും സംശയിക്കണ്ട, എനിക്ക് അക്കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. സാർ അനുകൂലമായിരിക്കേ ഉള്ളൂ. അതെന്നെ. സൗദാമിനി ആളൊരു മുൻകോപക്കാരിയാ. നമ്മളതിനനുസരിച്ച് പെരുമാറണമല്ലോ. എന്നിട്ട് എന്തായി സാറേ കാര്യം? ഞാൻ സംസാരിച്ച് സമ്മതിപ്പിച്ചിട്ടുണ്ട്. കാര്യകാരണ സഹിതം പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്കത് മനസ്സിലായി. എന്നിട്ട് ഇതുവരെ ഗംഗയെ കണ്ടില്ല. കാണാം, അകത്തേക്ക് വന്നാട്ടെ. എന്താ ആലോചിക്കുന്നേ? അല്ല, ഇവിടുത്തെ SI സാർ എപ്പോഴെങ്ങാനും വരുവോ? ബാഗുലേ സാർ സ്റ്റേഷനിൽ പോയിരിക്കുക. അഥവാ വന്നാലും പ്രശ്നമല്ല. നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചതല്ലേ. ദാക്ഷായണിയമ്മ ധൈര്യമായിട്ട് വന്നാട്ടെ. ഇവിടെ ഇരുന്നാട്ടെ. ഞാൻ ചെന്ന് ഗംഗമോളെ വിളിച്ചിട്ട് വരാം. ഞാൻ അവളുടെ ബന്ധുവാണെന്ന് കൂട്ടിക്കും. തറവാടിന് അപമാനമുണ്ടാക്കിയ ദുശകുനമാണവൾ. സ്വന്തം തന്തയുടെ മരണത്തിന് ഉത്തരവാദി. അങ്ങനെയുള്ള നാശത്തിനെ ഇവിടെ കയറ്റുകയോ സംരക്ഷിക്കുകയോ ചെയ്താൽ എല്ലാത്തിനെയും തൂക്കി ഞാൻ അകത്തിടും.
അതിനുള്ള വകുപ്പറിയാം ഈ ബാഹുലേന്. പക്ഷെ സാർ, ഗിരിയുടെ വീട്ടിൽ ചെന്നപ്പോ എന്നോടുള്ള പെരുമാറ്റം വെച്ച് നോക്കിയ ഇത്തരത്തിലുള്ള ഒരു മനംമാറ്റം അവിശ്വസനീയമാണ്. മകന്റെ ജീവിതം നശിപ്പിച്ചവളെന്ന് അന്ന് എന്നെ ശപിച്ചത്. രാത്രിയിൽ നിന്നെ മഴയത്ത് ഇറക്കി വിടുക വരെ ചെയ്തില്ലേ? അതിലൊക്കെ ദാക്ഷായണിയമ്മയ്ക്ക് മനസ്താപമുണ്ട്. അതുകൊണ്ടാണല്ലോ വീട് തേടി പിടിച്ച് അവർ മുല്ലമുറ്റത്തേക്ക് വന്നത്. ഞങ്ങളോട് ഒരുപാട് കരയുകയും പറയുകയൊക്കെ ചെയ്തു. ഇനി ഗിരി അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവോ? ഇല്ല ചേച്ചി, അങ്ങനെ അവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗിരി എങ്ങനെയെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കില്ല. എന്താ ഏതാന്നൊക്കെ പിന്നീട് വ്യക്തമായിട്ട് അറിയാമല്ലോ നമുക്ക്. ഭാര്യങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അതിപ്പോ ഞാൻ ഒരു തീരുമാനമായിട്ട് ഞാൻ എന്തു പറയാനാ മോളെ. എങ്കിലും ഇതൊരു ശുഭലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീയെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ, അതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഒരു കാര്യത്തിൽ എനിക്കും സന്തോഷമുണ്ട്. കാരണം എന്തായാലും ഗിരിയുടെ അമ്മ എന്നെ അംഗീകരിച്ചില്ലേ, അതുകൊണ്ടല്ലേ വിളിക്കാൻ വന്നത്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കും മോളെ. എത്ര നാളായി ഈ പരീക്ഷണം തുടങ്ങിയിട്ട്. ദൈവം ഒരാളെ എന്നും കഷ്ടപ്പാട് അനുഭവിക്കാൻ വിടുവോ? നമ്മുടെ മനസ്സ് നന്നായിരുന്നാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്ക് നന്മ ലഭിക്കും. ശരിയാ ഗംഗേ, ഇത് ദൈവത്തിന്റെ തീരുമാനോ, നമ്മൾ അനുസരിക്കുക വേണ്ടത്. വരൂ, ദാക്ഷായണിയമ്മ കാത്തിരിക്കുന്നു. മോളെ, മോക്കെന്നോട് ദേഷ്യം കാണുമെന്നറിയാം. കഴിഞ്ഞതെല്ലാം മക്കൾ മറക്കണം. ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. വീട്ടിലെ ഓരോ കഷ്ടപ്പാട് കൊണ്ട് തല വരുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത്. ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഗംഗയൊന്നും മിണ്ടാത്ത എന്താ മോളെ? അത്രയ്ക്ക് ദേഷ്യമാണോ എന്നോട്? ദേഷ്യമൊന്നുമില്ല. അത്രയും കേട്ടാ മതി. അല്ലെങ്കിലും എനിക്കറിയാം, അതും ഇതും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുട്ടിയല്ല നീയെന്ന്. അന്നേ ഞാനത് തിരിച്ചറിയേണ്ടതായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വന്ന എന്തിനാണെന്ന് വാര്യർ സാറ് പറഞ്ഞില്ലേ? പറഞ്ഞു. ഗംഗയുടെ ചേച്ചിയായത് ഗീത. മോളെ, എല്ലാരെയും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഗംഗയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ചില അപാകതകളൊക്കെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഗംഗമോളോട് പറയുമായിരുന്നു. ഒക്കെ ക്ഷമിക്കണം. അയ്യോ, എന്തിനാ അമ്മേ ക്ഷമ പറയുന്നത്? എല്ലാം കലങ്ങി തെളിയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. എന്റെ വീട്ടിൽ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഗംഗയ്ക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. മാധവമാഷി കുട്ടികളെ വളർത്തിയത് ആഡംബരമായിട്ടല്ല ദാക്ഷായണിയമ്മേ, ലളിതമായിട്ട് ജീവിക്കാനാ ഇവർ ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അസൗകര്യങ്ങളുടെ പേരിൽ ഗംഗയുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി ഉണ്ടാവില്ല. എന്നാലും പറയാനുള്ളത് പറയണമല്ലോ. എന്ന മോളിയെന്ന് റെഡിയാവും. ഉം.
എനിക്ക് മോളുടെ അമ്മയൊന്ന് കാണണമെന്നുണ്ട്. ശാരദേട്ടത്തിയുടെ കണ്ടീഷൻ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അകത്ത മുറിയിലുണ്ട്. വന്നാട്ടെ. പേടിക്കണ്ട, വന്നോളൂ. അല്ല, ഇതാരാ? തനിച്ചേ വന്നുള്ളോ? ഇതാരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? അതെന്താ, എനിക്ക് ആളുകളെ കണ്ടാ മനസ്സിലാവത്തില്ലേ? ഇത് നമ്മുടെ മാളിയേക്കലെ പത്മകുമാരി അല്ലയോ? എത്ര നാളായി കണ്ടിട്ട്. നീ അങ്ങ് തീരെ മെലിഞ്ഞു പോയല്ലോ പത്മകുമാരി. ദീനം വല്ലതും ഉണ്ടായിരുന്നോ? അമ്മേ, മിണ്ടാണ്ടിരിക്കെ, ഞങ്ങൾ സംസാരിക്കട്ടെ. ആ പിന്നെ, കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ണാതെ പൊക്കളയല്ലേ. തിരക്കിനിടയിൽ ചിലപ്പോ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉണ്ണണം കേട്ടോ. അമ്മ, ഇത് അമ്മ പറയുന്ന ആളല്ല. ഞാൻ പറഞ്ഞു തരാം ആരാണെന്ന്. ആണ്ട അടക്കുന്നു. എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട, നിനക്കാ തെറ്റിയത്. അമ്മേ, ഗംഗ ഇവിടുന്ന് പോകാൻ തുടങ്ങുക. അതിനിറങ്ങാനുള്ള മുഹൂർത്തമായോ? അച്ഛനോട് ഒന്നുകൂടി ചോദിച്ചേ. മുഹൂർത്തമായിട്ട് ഇറങ്ങിയാ മതി. ആ ദേ, നന്ദഗോപന്റെ വീട്ടിൽ ചെന്ന് എന്നോടും മാഷിനോടും കാണിക്കുന്ന കുറുമ്പൊന്നും കാണിച്ചേക്കരുത്. നന്ദഗോപന്റെ അമ്മയോട് നല്ല അടക്കത്തോടെ പെരുമാറണം. അവരൊക്കെ നല്ല മനുഷ്യരാ. നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയ്ക്ക് സ്വന്തം ജീവിതം കൈവിട്ടു പോവുകയാണ്. അനിവാര്യമായ ദുരന്തങ്ങളുടെ സഹയാത്രികയാകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഗംഗ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.